ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാം. കാരണം ആഫ്റ്റർ 1 year എമ്മി ബോയ് ഈസ് കമ്മിങ് ബാക്ക് ഫ്രം ഉഗാണ്ട. യെസ് ഗൈസ്, എമ്മി ബോയ് ഉഗാണ്ടയിൽ നിന്ന് തിരിച്ചു വരികയാണ്. കൂടെ എമ്മിബോയുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല. ഷിഡുവും ബൈ ആളിയനും. ഹായ് ഗൈസ്. അപ്പം എമ്മി ബോയ് ഇന്ന് വരികയാണ് ഗൈസ്. അവർ ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അതെ, അപ്പം ഇപ്പം സമയം ഇപ്പം സമയം 11:45. ഞങ്ങളിപ്പം ഇവിടുന്ന് നേരെ കുന്നിക്കോട് പോകും. അവിടുന്ന്, അതായത് സേഫർക്കട വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, എയർപോർട്ടിലേക്ക്. ട്രിവാൻഡ്രത്താണ് അവർ വരുന്നത്. ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പം ഒരു 4 ആയിരിക്കും അവർ എന്തായാലും ഇവിടെ എത്താൻ പോകുന്നത്. അപ്പം യെസ്, ഞങ്ങൾ വിളിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കുറച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ എമ്മി ബോയിനെ കണ്ടിട്ട് ഒത്തിരി നാളായി, സത്യം ഒത്തിരി നാളായി. അപ്പം ഇങ്ങനെ അവൻ പക്ഷെ വലിയ ചെക്കനൊക്കെ ആയെന്നാ ഷിൻഡു പറയുന്നത്. പണ്ടത്തെ ക്യൂട്ട്നെസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയാം അവൻ ക്യൂട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എമ്മി ബോയ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ലവ് യു എമ്മി ബോയ്. എന്താ പറയുക, ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇത് ഞാനും എൻ്റെ അനിയൻ പൊട്ടനും പിന്നെ ഷാമിൽ ബിൻ സെയ്തുമാണ് എയർപോർട്ടിൽ പോകുന്നത്. കാണിച്ചു തരാം അവരെ. എന്തോടാ എന്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് ഉമ്മി എമി ബോയ് വരുന്നതിനെ പറ്റി 2 വാക്ക്. സ്വന്തം ഔട്ട്ഫിറ്റിനെ ഇങ്ങനെ പുകഴ്ത്തുന്ന ഒരുത്തനെ ഞാൻ കണ്ടില്ല. ആപ്പി ഇങ്ങോട്ട് നോക്ക്. എമി ബോയ് വരുന്നതിനെ പറ്റി 2 വാക്ക്. എല്ലാം ഓക്കെ ആണെന്ന്. ഹലോ, എവിടെ പോന്ന്? ബാഗ് നോക്കിയായിട്ട് എവിടെ പോന്ന്? അതെ, എമീനെ കൊണ്ടുവരാ, ബാഗിലിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പം ഞങ്ങൾ പോവാം. എവിടുന്നാ? മാതാജി. ഹലോ ഗൈസ്, ഞങ്ങൾ പോയി അത്ര. What the fuck guys, she's a nut. Yes, she's a nut. Total crazy. അവൻ ഭയങ്കര സ്കിബിഡി ഇംഗ്ലീഷ് കൊണ്ടുവന്നു ഗൈസ്. Yeah, skibidi. അങ്ങനെ ഞങ്ങൾ എമ്മി ബോയിനെയും ഷിൻഡുവിനെയും അല്ലളിയഞ്ചിനെയും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. പോകുന്ന വഴി ഇക്കാടെ വീട്ടിൽ കുന്നിക്കോടൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. ആൻഡ് പോകുന്ന വഴി ഇതേപോലൊരു ടർഫിൽ കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നത്. ഏകദേശം 12 മണി എന്തോ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവർ ഔട്ടാവുന്നതും 6 അടിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുന്നിക്കോടാട്ടോ പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം 11:30, 11:45. അപ്പം കുന്നിക്കോട് കയറി. എന്നിട്ട് അവിടെ നിന്ന് 2:30 ഇറങ്ങിയത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഉറക്കത്തിൻ്റെ വൈബാണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കട്ടനൊക്കെ കുടിച്ച് നീര് ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി ഗൈസ്. അവരുടെ ഫ്ലൈറ്റ് അറൈവ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണി എന്തോ ആയിരുന്നു. 4 മണിയാണ്. അങ്ങനെ ഞങ്ങളും കറക്റ്റ് 4 മണിയായപ്പോൾ അവിടെ തന്നെ എത്തിയായിരുന്നു. പിന്നെ പക്ഷേ അവർ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും 4:45. ടെർമിനൽ 1 മുന്നിൽ അവരെയും കാത്തിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആൻഡ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ ഞാൻ കണ്ട് ഗൈസ്. കുറേ ബൊക്കെയായിട്ട് നിൽക്കുന്നത്, ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കണ്ട് G9448 ആ ഫ്ലൈറ്റിലാണ് ഗൈസ് അവർ വരുന്നത്. ഗൈസ്, നമ്മളെവിടെ വിൽക്കേണ്ടി മീറ്റിംഗാണ് ഗൈസ്. വലിയ ഗേറ്റ് കൂടാണ് എമ്മി വരാൻ പോകുന്നത്. ഇങ്ങോട്ടാ എമി എമി ഹൈറ്റ്
ഗൈസ് എമി കിട്ടിയപ്പോൾ ഫ്രീ ആയിട്ട് ഇട്ട് രണ്ടുപേരാണ് ഗൈസ് ഇത്. അതാ മറ്റേ ടെർമിനലിൽ കയറ്റി വിടണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞോണ്ടിരുന്നേ ഞാൻ പറഞ്ഞ എമിയെ തന്നിട്ട് പാക്കേജ് എടുക്കുക അടുത്തടുത്ത് കയറ്റി നേരെ വിടുക. പിന്നെ എനിക്ക് ഭയങ്കര നാണമായിരുന്നു ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുമ്പം എമി എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഗൈസ് 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 എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നാണമായിരുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം 7:30 ഇപ്പം വീട്ടിലെത്തി. അപ്പം എമീനെ പിക്ക് ചെയ്യുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയുടെ കാണുന്നവരെ ബൈ. ഇപ്പോഴായിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ ഇങ്ങോട്ട് നോക്കൂ. സേഫായിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ടാറ്റ.